കോട്ടയം സിവിൽ സർവീസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വാട്ടർ കൺസർവേഷൻ സ്കീമുകളെ കുറിച്ചിട്ടാണ്. വാട്ടർ കൺസർവേഷൻ സ്കീംസിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജൽശക്തി മിനിസ്ട്രിയുടെ കീഴിലുള്ള പ്രോജക്റ്റുകളാണ്. അതായത് നമ്മൾ ജൽ ജീവൻ മിഷൻ, അതുപോലെ ജൽശക്തി അഭിയാൻ, അടൽ ഭൂജൽ യോജന, നാഷണൽ അക്വിഫയർ മാപ്പിംഗ് പ്രോഗ്രാം ആൻഡ് കൃഷി സിഞ്ചായ് യോജന. അല്ല, നമ്മൾ ജൽ ജീവൻ മിഷനും ജൽശക്തി അഭിയാനും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങുന്നത് അടൽ ഭൂജൽ യോജന എന്ന പ്രൊജക്റ്റ് ആണ്. അടൽ ഭൂജൽ യോജന, ഭൂജൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? ഗ്രൗണ്ട് വാട്ടർ എന്നാണ്. ഗ്രൗണ്ട് വാട്ടർ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ മാനേജ്മെന്റ് സ്കീമാണ് എവിടെ ഉണ്ടാവുക? ഈ അടൽ ഭൂജൽ യോജന എന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, അടൽ ബിഹാരി വാജ്പേയിയുടെ 95ാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഈ അടൽ ഭൂജൽ യോജന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയത്. ഏകദേശം നമുക്കറിയാം ഇതൊരു കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ പ്രോഗ്രാം ആണ് എന്നറിയാം. എന്താണ് ഈ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ പ്രോഗ്രാം എന്ന് പറയാൻ? അതിന്റെ അതിനു വേണ്ടിയിട്ട് ഒരു വാട്ടർ യൂസർ അസോസിയേഷൻ ഉണ്ടാക്കുക, അതിനു വേണ്ടിയിട്ട് ഒരു വാട്ടർ ബജറ്റിംഗ്, എന്തിനു വേണ്ടിയിട്ടാണ് വെള്ളം ഉപയോഗിക്കപ്പെടുക, എന്തൊക്കെയാണ് വെള്ളത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ, കുടിവെള്ളമാകാം, ജലസേചനമാകാം, കൃഷി വികസനമാകാം, അങ്ങനെയുള്ള എന്തിനാണോ ആവശ്യം അതിനെ ആവശ്യത്തിന് വേണ്ടി വാട്ടർ ബജറ്റ് ചെയ്യുക, അതിന് കൃത്യമായിട്ട് ഉപയോഗിക്കുക. ഏത് തലത്തില്? ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ഇത്തരത്തിലുള്ള ഒരു വാട്ടർ ബജറ്റിങ്ങും വാട്ടർ യൂസർ അസോസിയേഷൻ ഉണ്ടാക്കുക, അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക. ഈ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ജലശക്തിയാണ്. നമുക്കറിയാം, മിനിസ്ട്രി ഓഫ് ജലശക്തി രണ്ട് പ്രധാനപ്പെട്ട മിനിസ്ട്രീസ്, അതായത് മിനിസ്ട്രി ഓഫ് വാട്ടർ റിസോഴ്സസും റിവർ ഡെവലപ്മെന്റ് ആൻഡ് ഗംഗാ റിജുവിനേഷൻ എന്നീ മിനിസ്ട്രികൾ ചേർന്ന ക്ലബ് ചെയ്തുണ്ടാക്കിയ ഒരു മിനിസ്ട്രിയാണ് മിനിസ്ട്രി ഓഫ് ജൽശക്തി. ഇത് നമുക്കറിയാം, ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ പ്രോജക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് രീതികളിലാണ്. അതായത് സെൻട്രൽ ഗവൺമെന്റിന് ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ഫണ്ട് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കും, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റും അത് അനുപാതികമായിട്ടുള്ള അതേ ഫണ്ടാണ് കൊടുക്കുക. അതായത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തുല്യ ഷെയറിങ്ങോടുകൂടിയുള്ള ഫണ്ടിങ് പ്രോസസ്സാണ് എവിടെ നടത്തുക? അടൽ ഭൂജൽ യോജനയിൽ നടത്തുക. അപ്പൊ എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാവണമെന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കമ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നതിന്റെ മാനദണ്ഡങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് ഓരോ സംസ്ഥാനത്തിലെയും ഗ്രൗണ്ട് വാട്ടർ എക്സ്പ്ലോയിറ്റേഷന്റെ രീതിയും ഡിഗ്രിയും വ്യത്യാസമായിരിക്കും. അതുപോലെ അവരുടെ റെഗുലേറ്ററി ഫ്രെയിംവർക്കുകൾ, ഇൻസ്റ്റിറ്റ്യൂഷണൽ റെഡിനെസ് തുടങ്ങിയിട്ട് എക്സ്പീരിയൻസ് ഇൻ ഇംപ്ലിമെന്റിംഗ് സച്ച് പ്രോജക്ട്സ്, അതായത് ഇന്നേ വരെ അവർ ചെയ്തിട്ടുള്ള വാട്ടർ മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഒരു എക്സ്പീരിയൻസും ഒക്കെ ഉൾപ്പെടുന്ന ഒരു 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 മാനദണ്ഡമാണ് ഇവിടെ അതിൽ ഘടകങ്ങളായി മാറുക. ഒന്ന് എന്താണ്? അവരുടെ സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ എക്സ്പ്ലോയിറ്റേഷന്റെ ഒരു ഡിഗ്രി ഉണ്ടാവും. അതുപോലെ അല്ലെങ്കിൽ അതിനകത്ത് എത്ര ശതമാനം, എത്രത്തോളം തോതുകൾ ഗ്രൗണ്ട് വാട്ടർ നഷ്ടപ്പെടുത്താൻ അല്ലെങ്കിൽ ഡിപ്ലറ്റ് ചെയ്തു പോകാൻ ഉണ്ടായിട്ടുള്ള ഒരു തോത് എത്രത്തോളമാണ് എന്ന ഒരു പരിശോധന ഉണ്ടാവും. അതിനുശേഷം ഇതിന്റെ വേണ്ടുന്ന ലീഗൽ ഫ്രെയിംവർക്കുകൾ ഉണ്ടാവും, റെഗുലേറ്ററി ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കും. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ റെഡിനെസ് അത് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടുമുള്ള ഒരു പരിശോധന ഉണ്ടാവും. ഇത്തരത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടാൻ, ഇത്തരത്തിൽ പരിശോധനകൾക്ക് ശേഷം ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്ന ഓവർ എക്സ്പ്ലോയിറ്റഡ് ആൻഡ് വാട്ടർ സ്ട്രെസ്ഡ് ഏരിയാസിനെ കണ്ടെത്തും. അത്തരത്തിൽ കണ്ടെത്തിയ 7 സംസ്ഥാനങ്ങളാണ്. 1 ഗുജറാത്ത്, 2 ഹരിയാന, കർണാടക, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്. ഈ 7 സംസ്ഥാനങ്ങൾക്കാണ് ഈ അടൽ ഭൂജൽ യോജനയുടെ ബെനിഫിറ്റുകൾ ഉണ്ടാവുന്നത്. ഇതിനെ അടിസ്ഥാനപരമായിട്ടൊരു കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ്. 2, ഒരു പഞ്ചായത്ത് അടിസ്ഥാനമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഇംപ്ലിമെന്റിംഗ് ആണ് ഉണ്ടാവുക. 3, മിനിസ്ട്രി ഓഫ് ജൽശക്തിയാണ് ഇത് കൊണ്ടുവരിക. അതുപോലെ തന്നെ എന്താണ്? ഈക്വൽ ഷെയറിംഗ് ആയിരിക്കും ഈ പ്രോജക്റ്റിൽ ഉണ്ടാവുക. ഈ 4 പോയിന്റുകളാണ് അടൽ ഭൂജൽ യോജനയെ കുറിച്ച് നമുക്ക് ഓർത്തിരിക്കേണ്ടത്. അടുത്ത നാഷണൽ അക്വിഫയർ മാപ്പിംഗ് ആൻഡ് മാനേജ്മെന്റ് പ്രോഗ്രാം. എന്താണ് ഈ അക്വിഫയർ മാനേജ്മെന്റ് എന്ന് പറയാം? അതായത് നമുക്കറിയാം ഇതുപോലുള്ള സ്ഥലങ്ങൾ ഉണ്ടാവും. ഇത് നമ്മുടെ ഒരു ഗ്രൗണ്ട് സ്പേസ് ആണ്, ലാൻഡ് സർഫസ് ആണ്. ഇത് നമുക്കൊരു ഗ്രാൻഡ് സർഫസ് വാട്ടർ ആയിട്ട് നമുക്ക് കാണാം. ഇതിനടിയിലേക്ക് വരുന്ന ഓരോ സ്പേസുകളിലും നമ്മൾ എന്താണ്? വെള്ളം ശേഖരിച്ചു വയ്ക്കാൻ സാധ്യതകളുള്ള അല്ലെങ്കിൽ വിടവുകളെയും അല്ലെങ്കിൽ പാറ ഇടുക്കുകളെയും ഒക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അക്വിഫയർ മാപ്പിംഗ് എന്ന് വിളിക്കുക. അതായത് ദ നാഷണൽ അക്വിഫയർ മാപ്പിംഗ് ആൻഡ് മാനേജ്മെന്റ് പ്രോഗ്രാം ഈസ് ബീങ് ഇംപ്ലിമെന്റഡ് ബൈ സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡാണ്.
ഈ നാഷണൽ അക്വിഫർ മാപ്പിംഗ് ആൻഡ് മാനേജ്മെന്റ് പ്രോഗ്രാം കൊണ്ടുവന്നിട്ട് ടു ഫെസിലിറ്റേറ്റ് മാനേജ്മെന്റ് ഓഫ് ഗ്രൗണ്ട് sorry National Aquifer Mapping and Management initiated as a part of groundwater management and regulation scheme to delineate and characterize the aquifers to develop plans for groundwater management. അപ്പോൾ ഇത് ഈ തരത്തിലുള്ള ഒരു അക്വിഫയർ മാപ്പിംഗ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡാണ്. സെൻട്രൽ വാട്ടർ ബോർഡ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ബോർഡ് ഓഫ് മിനിസ്ട്രി ഓഫ് വാട്ടർ Resource and National Apex Agency entrusted with the responsibilities of providing scientific instrument experience of country. ഈ രാജ്യത്തിന്റെ ഏതെങ്കിലും ഗ്രൗണ്ട് വാട്ടർ അല്ലെങ്കിൽ ഭൂഗർഭ ജല സംരക്ഷണം, അതിന് വേണ്ടുന്ന ആൻഡ് എക്സ്പ്ലോറേഷൻസ്, അതിന്റെ മോണിറ്ററിങ്, അതിന്റെ അസസ്മെന്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള അധികാരപ്പെടുത്തിയിട്ടുള്ള ഒരു ബോഡിയാണ് സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ് എന്ന് പറയുന്നത്. 1970 ഇത് സ്ഥാപിക്കപ്പെട്ടത്. ബൈ റീനെയിമിംഗ് എക്സ്പ്ലോറേറ്ററി ട്യൂബുവൽ ഓർഗനൈസേഷൻ അണ്ടർ ദ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ലേറ്റർ ഓൺ മെർജ്ഡ് വിത്ത് ഗ്രൗണ്ട് വാട്ടർ വിംഗ് ഓഫ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് 1972. ഇത് ആദ്യം ഫോം ചെയ്തത് 1970. എങ്ങനെയാണ് ഫോം ചെയ്തത്? എക്സ്പ്ലോറേറ്ററി ട്യൂബ്വെൽ ഓർഗനൈസേഷൻ, ETO, എക്സ്പ്ലോറേറ്ററി ട്യൂബ്വെൽ ഓർഗനൈസേഷൻ എന്ന ഓർഗനൈസേഷനെ റീനെയിം ചെയ്തുകൊണ്ടാണ് സെൻട്രൽ വാട്ടർ ബോർഡ് ഉണ്ടായത്. പിന്നിൽക്കാലത്ത് ഗ്രൗണ്ട് വാട്ടർ വിംഗ്, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് 1972 ഗ്രൗണ്ട് വാട്ടർ വിംഗുമായിട്ട് മെർജ് ചെയ്താണ് ഇന്നത്തെ സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ് രൂപീകൃതമായിട്ടുള്ളത്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന നമുക്ക് കാണുമ്പോഴേ അറിയാം ഇതെന്താണ്. ഒരു പൈപ്പിലൂടെ വെള്ളം കൈൻഡ് ഓഫ് ഡ്രിപ്പ് ഇറിഗേഷൻ പ്ലാൻ ആണ്. ഡ്രിപ്പ് ഇറിഗേഷൻ പ്ലാൻ ആണ് കൃഷി സിഞ്ചായി യോജന എന്ന് പറയാം. അതായത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് മോർ ക്രോപ്പ് പെർ ഡ്രോപ്പ്, അല്ലെങ്കിൽ പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് എന്ന, അതായത് ഓരോ തുള്ളിയിൽ നിന്നും കൂടുതൽ വിളവുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. തുള്ളി നനകളാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ തുള്ളി നനയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കുഡ് ഇറാഡിക്കേറ്റ് വേസ്റ്റേജ് ഓഫ് വാട്ടർ. വെള്ളം വേസ്റ്റ് ആവുന്നത് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്നത് കുറയ്ക്കാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടാകും. എന്താണ് ഒരു വെള്ളം ഒരു നഷ്ടപ്പെട്ടു പോകാതെ അല്ലെങ്കിൽ വേസ്റ്റ് ആയി പോകാതെ അല്ലെങ്കിൽ പാഴാക്കി കളയാതെ ഓരോ ഡ്രോപ്പും എന്തിനാണ് അതിന്റെ അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തുള്ളി നന രീതികൾ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എൻകറേജ് ചെയ്യുന്നത്. ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് are that the real goal of PMKSY is to accomplish the merging of investment in the irrigation sector at the field level, and other objectives includes increasing accessibility of irrigation, and enhancing on farm water use efficiency, integrating the source, distribution and efficiency of water through appropriate technologies, enhancing and promoting implementation of precision irrigation and other water saving technologies. അതായത് പ്രധാനമായിട്ടും എന്താണ് accessibility of irrigation facilities and expansion of cultivable range under guaranteed irrigation areas. അതായത് കുറഞ്ഞ വെള്ളത്തിൽ കൂടുതൽ ഏരിയകളിലേക്ക് നന എത്തിക്കുക എന്ന ഒരു സാധ്യത ആണ് ഒന്നാമത്തെ ലക്ഷ്യം. അതായത് കൂടുതൽ സ്ഥലങ്ങൾ കൃഷിയോഗ്യമാക്കുകയും കൂടുതൽ പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരികയും ചെയ്യുക എന്ന ഒരു ഉദ്ദേശം എന്തിന്റെ ഭാഗത്തുണ്ട്? PMKSYയുടെ കീഴിലുണ്ട്. അതായത് കുറഞ്ഞ വെള്ളമാണ് നമുക്കറിയാം നമുക്ക് എത്രത്തോളം വെള്ളം അവൈലബിൾ ആണ് അല്ലെങ്കിൽ എത്രത്തോളം വെള്ളം നമുക്ക് ഉപയോഗിക്കാനുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ കണക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കേട്ടതാണ്. അപ്പൊ അതായത് ഈ കൃത്യമായിട്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കുക, കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യുക, ഈ ഇറിഗേഷൻ അതായത് തുള്ളിനന അല്ലെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ എത്തിക്കുക എന്ന ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഒരു പ്രൊഡക്ടിവിറ്റി വളർത്തുവാനും അതുപോലെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൃഷി എത്തിക്കുവാനും സഹായിക്കുക എന്നതാണ് ഇതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്. രണ്ട്, എൻഹാൻസിങ് ഓൺ ഫാം വാട്ടർ യൂസ് എഫിഷ്യൻസി ടു ലെസൺ വേസ്റ്റേജ് ഓഫ് വാട്ടർ. കൂടുതൽ സമയത്തേക്ക് കൂടുതൽ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുകയും അതായത് വെള്ളത്തിന്റെ വേസ്റ്റേജ് ഒഴിവാക്കുക എന്ന ലക്ഷ്യമാണ്. അതായത് പണ്ട് നമുക്കറിയാം ഒരു ചാല് കീറി കൊണ്ടുപോകുന്ന ഒരു സാധ്യത ഉണ്ടായിരുന്നു. അപ്പൊ ചാല് കീറി കൊണ്ടുപോകുമ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്? ചാല് കീറി കൊണ്ടുപോകുമ്പോൾ വെള്ളം പലപ്പോഴും ഭൂമിയിലേക്ക് ഇറങ്ങുകയും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന സാധ്യത ഉണ്ടാവും. പക്ഷേ ഈ ഫാമില് നമ്മളെ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുക? കൂടുതൽ സ്ഥലത്തേക്ക് കൃത്യമായിട്ടുള്ള നനയെത്തുകയും അവർക്ക് വെള്ളത്തിന്റെ അല്ലെങ്കിൽ
എഫിഷ്യൻസി കൂട്ടാൻ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്താനും സാധിക്കും. 3, ഇന്റഗ്രേറ്റിംഗ് ദ സോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ എഫിഷ്യൻസി ഓഫ് വാട്ടർ ത്രൂ അപ്രോപ്രിയേറ്റ് ടെക്നോളജീസ്. അതായത് ടെക്നോളജീസ് ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു നനയ്ക്കുന്ന പ്രക്രിയ ആയതുകൊണ്ട് തന്നെ വേസ്റ്റേജ് കുറയും. അതിന് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കപ്പെടുകയും ചെയ്യും. എൻഹാൻസിങ് ആൻഡ് പ്രൊമോട്ടിംഗ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്രിസിഷൻ ഇറിഗേഷൻ ആൻഡ് വാട്ടർ സേവിംഗ് ടെക്നോളജീസ്. വെള്ള സേവന അല്ലെങ്കിൽ ജല സംരക്ഷണം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് ഇവിടെ മാറുകയും ചെയ്യും. ഇതൊക്കെയാണ് ഈ PMKSYയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത്. അടുത്ത്, എൻഹാൻസ് ദ റീഫില്ലിംഗ് ഓഫ് അക്വിഫേഴ്സ് ആൻഡ് പ്രസന്റ് സപ്പോർട്ടബിൾ വാട്ടർ പ്രൊട്ടക്ഷൻ റിസോഴ്സസ് ബൈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ അറ്റൈനബിലിറ്റി ഓഫ് റീയൂസിംഗ് ട്രീറ്റഡ് സിറ്റി ബേസ്ഡ് വാട്ടർ ഫോർ പെരി അർബൻ ഫാർമിംഗ്. അതായത് ഒന്ന്, റീഫില്ലിംഗ് ഓഫ് അക്വിഫേഴ്സ്. നമുക്കറിയാം, നമ്മുടെ കുറച്ച് പറഞ്ഞ പോലെ ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ്ങിനെ സഹായിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് പെരി അർബൻ ഫാമിംഗ് റിഫേഴ്സ് ടു ഫാം യൂണിറ്റ്സ് ക്ലോസ് ടു ടൗൺ which operates intensive semi or fully commercial farms to grow vegetables and other horticultures, raise chickens and other livestock, production of milk and egg. നമുക്ക് പെരി അർബൻ ഫാമിംഗിലേക്ക് എത്തുന്നതിന് മുൻപ് പലപ്പോഴും ഒരു ഫാമിന്റെ അല്ലെങ്കിൽ ഒരു സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള വാട്ടറിന്റെ അല്ലെങ്കിൽ ഒരു വിഭാഗമുണ്ട്, അല്ലെങ്കിൽ ഒരു സിറ്റി ലൈഫ്, അർബൻ ലൈഫ് ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ ഗ്രേ വാട്ടർ എന്നറിയപ്പെടുന്ന വെള്ളം, അതായത് കിച്ചൺ വേസ്റ്റ് വാട്ടർ എന്ത് ചെയ്യണം? കിച്ചൺ വേസ്റ്റ് വാട്ടർ നമുക്ക് എന്ത് ചെയ്യാം? റീസൈക്കിൾ ചെയ്യാനും റീസൈക്കിൾ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഈ റീസൈക്കിൾഡ് വാട്ടർ എങ്ങോട്ട് പോകും? പെരി അർബൻ ഫാമിംഗിലേക്ക് നമുക്ക് റൗട്ട് ചെയ്യാം. ഈ പെരി അർബൻ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് വെരി ക്ലോസർ ടു സിറ്റി. അതുകൊണ്ട് എന്താണ് ഗുണം? അവർക്ക് എന്ത് ചെയ്യാൻ വളരെ ഈ വെള്ളം എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് വേണ്ടുന്ന ഹോർട്ടിക്കൾച്ചർ അല്ലെങ്കിൽ പച്ചക്കറി നിർമ്മാണം അല്ലെങ്കിൽ കോഴി വളർത്തൽ, മറ്റ് ജീവജാലങ്ങളെ വളർത്തൽ, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഈ ഗ്രേ വാട്ടർ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ എന്താ സംഭവിക്കുന്നത്? മിനിമൈസേഷൻ ഓഫ് വേസ്റ്റേജ്, അല്ലെ? വാട്ടറിന്റെ എന്താണ് പാഴാക്കൽ, ജലം പാഴാക്കുന്ന ഒരു പ്രക്രിയക്ക് ഇവിടെ ഒരു കുറവ് വരും. 2, എൻഷുറിംഗ് ദ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് റെയിൻഫെഡ് ഏരിയാസ് ബൈ ഡിഫറെന്റ് മെത്തേഡ്സ്. ഒന്ന്, റീജനറേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. നമുക്ക് എങ്ങനെ ഗ്രൗണ്ട് വാട്ടർ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള മഴക്കുഴികൾ, അതുപോലുള്ള മറ്റേ ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ് പ്രോസസ്സ് അല്ലെങ്കിൽ കിണർ റീചാർജിങ് തുടങ്ങിയിട്ടുള്ള പ്രോജക്റ്റുകൾ. വാട്ടർ ഷെഡ് അപ്രോച്ച്, അറസ്റ്റിംഗ് റൺ ഓഫ്, ഒഴുക്കുകൾ ഒഴിവാക്കി പോകാൻ വേണ്ടിയിട്ട് കോണ്ടൂർ ഫാമിംഗ് അല്ലെങ്കിൽ ടെറസ് ഫാമിംഗ് തുടങ്ങിയ രീതികളിലേക്ക് അവലംബിക്കുക. പ്രൊവൈഡിംഗ് ലൈവ്ലിഹുഡ് ആൻഡ് അതർ NRM ആക്ടിവിറ്റീസ്. ഇതൊക്കെയാണ് സാധാരണ ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ. മറ്റൊന്നാണ് വാട്ടർ ഹാർവെസ്റ്റിംഗ്, വാട്ടർ മാനേജ്മെന്റ് ആൻഡ് ക്രോപ്പ് അലൈൻമെന്റ്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി എന്താ ചെയ്യാം? വെള്ള സംരക്ഷണം സഹായിക്കാം. അപ്പൊ ഇതെന്ത് ചെയ്യാൻ പറ്റും? ഈ സപ്പോർട്ട് ചെയ്യുന്ന വെള്ളം എന്ത് ചെയ്യാം? ഈ തരത്തിലുള്ള ഒരു ഫാമുകളിലേക്ക്, അതുപോലെ തന്നെയുള്ള സാധ്യതകളിലേക്ക് ശേഖരിക്കുകയും അല്ലെങ്കിൽ അവർക്ക് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താനും സഹായിക്കും. ഇതൊക്കെയാണ് കൃഷി സിഞ്ചായി യോജനയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ട് പറയുക. മറ്റേ കോമ്പോണൻസ് എന്തൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമത്തെ കോമ്പോണൻസ് ആണ് ആക്സിലറേറ്റഡ് irrigation benefit program to concentrate on speedier fulfillment of continuous and major and medium irrigation including national projects. 2, Har Khet Ko Pani, creation of new water sources through minor water system. പുതിയ വാട്ടർ സോഴ്സുകൾ സൃഷ്ടിക്കുക. അതുപോലെ തന്നെ റിപ്പയർ, റിക്ലമേഷൻ, റീഡിസൈൻ ഓഫ് കൺവെൻഷണൽ വാട്ടർ ബോഡീസ്. നമുക്ക് പുനഃസൃഷ്ടിക്കുകയും പുനഃക്രമീകരിക്കുകയും ചെയ്യാനുള്ള ഒരു സാഹചര്യം ചെയ്യുക. ഫോർട്ടിഫൈങ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഡിസ്പേഴ്സ്ഡ് ഓർഗനൈസ്ഡ് ഫ്രം സോഴ്സസ് ടു ദ റാഞ്ച് ആൻഡ് ക്രിയേറ്റിംഗ് ആൻഡ് റിജുവിനേറ്റിംഗ് ട്രഡീഷണൽ വാട്ടർ സ്റ്റോറേജ് സിസ്റ്റംസ്. നമുക്കറിയാം ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾക്ക് ഉണ്ടായിരുന്നിട്ടുള്ള അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള വാട്ടർ റിസോഴ്സുകളെ, വാട്ടർ ബോഡീസിനെ സംരക്ഷിക്കുകയും അതിന് വേണ്ടുന്ന ചില ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുകളും ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. അടുത്തതാണ് പെറ്റ് ഡ്രോപ്പ് മോർ ക്രോപ്പ് എന്നറിയപ്പെടുന്ന പ്രോജക്റ്റ്. ഇത് നമുക്കറിയാം, ഏകദേശം ഈ ചിത്രം ഒന്ന് കാണുമ്പോൾ അറിയാൻ പറ്റും. കൃഷിയുടെ സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ പ്ലാന്റുകളുടെ അടുത്തുകൂടെ തന്നെ എന്താണ് ഈ ചെറിയ വാട്ടർ ലൈനുകൾ
ഇട്ടിട്ടുണ്ട്. അതായത് എപ്പോഴും നനച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ചെറിയ പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് എന്ന രീതിയിൽ എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് എപ്പോഴും തുള്ളി നന കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഈ സാധ്യത കൊണ്ടുവന്നിരിക്കുന്നത്. അത് കിണറിൽ നിന്നാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടാങ്കിൽ നിന്നാവാം. അവിടെ നിന്ന് നമ്മൾക്ക് ഡിസ്ട്രിബ്യൂഷൻ പൈപ്പുകൾ വഴി കണക്ട് ചെയ്തിട്ട് ഓരോ സ്ഥലങ്ങളിലേക്കും കൂടുതൽ നന എത്തിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി, അതായത് കണ്ടിന്യൂസ് ആയിട്ട് നന എത്തിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഈ പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് എന്ന ഉദ്ദേശമുണ്ട്. Improving the efficiency of water usage by various initiatives like precision water application devices, construction of micro irrigation structures to supplement source of creation activities including tube wells and dug wells, etc. സാധാരണ കിണറുകളോ കുഴൽക്കിണറ്റിൽ നിന്നോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള വെള്ളം മാനേജ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടുന്ന ഒരു ഇൻഫ്രാ ഡെവലപ്മെന്റ്, ഒരു നെറ്റ്വർക്ക് ഓഫ് പൈപ്പ് ലൈനുകൾ ആവശ്യമാണ് എന്നത് മാത്രമാണ് ഒരു പോയിന്റ് ആയിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇതിൽ ഏതൊക്കെ മിനിസ്ട്രീസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത് കൃഷി സിഞ്ചായി യോജനയ്ക്ക്? ഒന്ന് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ, ജൽശക്തി, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് മിനിസ്ട്രീസ്. ഈ 3 മിനിസ്ട്രികളാണ് എന്തിന് കൃഷി സിഞ്ചായി യോജനയ്ക്ക് ഇൻവോൾവ് ആയിട്ടുള്ള 3 മിനിസ്ട്രികൾ. ഇപ്പൊ ഓർത്ത് വെച്ച് നോക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജൽശക്തി മാത്രമായിട്ട് ചിലപ്പോൾ നമുക്ക് ഈ കൃഷി സിഞ്ചായി യോജനയെ കുറിച്ച് വേണമെങ്കിൽ ഒരു പോയിന്റ് ആയിട്ട് ചോദിക്കുമ്പം നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്താണ് ഇത് 3 മിനിസ്ട്രീസും എന്താണ് ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഓർത്ത് വയ്ക്കാം. പ്രൊമോട്ട് എഫിഷ്യന്റ് വാട്ടർ കൺവെയൻസ് ആൻഡ് പ്രിസിഷൻ വാട്ടർ ആപ്ലിക്കേഷൻ ഡിവൈസ് ലൈക്ക് ഡ്രിപ്പ്, സ്പ്രിംഗ്ലേഴ്സ്, പിവോട്സ്, റെയിൻ ഗൺസ് ഇൻ ദ ഫാം. കൺസ്ട്രക്ഷൻ ഓഫ് മൈക്രോ ഇറിഗേഷൻ സ്ട്രക്ചേഴ്സ് ടു സപ്ലിമെന്റ് ആൻഡ് സോ ഓൺ. ഈ ജൽശക്തി അഭിമാനം എന്താണ് കനാൽസ്, ഫീൽഡ്, ചാനൽ, വാട്ടർ ഡൈവേഷൻ, ലിഫ്റ്റ് ഇറിഗേഷൻ ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെ ചെയ്യുന്ന ജൽശക്തിയാണ്. മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് മെയിൻലി അണ്ടർടേക്സ് ദ റെയിൻ വാട്ടർ കൺസർവേഷൻ, കൺസ്ട്രക്ഷൻ ഓഫ് ഫാം പോണ്ട്, വാട്ടർ ഹാർവെസ്റ്റിംഗ് സ്ട്രക്ചേഴ്സ് ആൻഡ് സോ ഓൺ. ഈ 3 ചിലപ്പം നമുക്ക് തിരിച്ച് അല്ലെങ്കിൽ തെറ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ തെറ്റിച്ചോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നമുക്ക് പോയിന്റുകൾ ചിലപ്പോൾ തരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ഇത് വായിക്കുക. ഏതൊക്കെയാണ് കമ്മിറ്റീസ് ഇൻവോൾവ് ആയിട്ടുള്ളത്? ഒന്ന് നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റി, NSC. ദിസ് ഇസ് ആൻ ഇന്റർ മിനിസ്ട്രിയൽ ക്യാബിനറ്റ് കമ്മിറ്റി അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് പ്രൈം മിനിസ്റ്റർ with union ministers of all concerned ministries. It will supervise and monitor the program at national level. രണ്ട് നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് to be constituted under the chairmanship of vice chairman Niti Aayog. It will oversee the program implementation, interministerial coordination, resource allocation, monitoring and performance assess, addressing and administrative resources. പിന്നെ ഉള്ളത് സ്റ്റേറ്റ് ലെവൽ സാങ്ഷനിങ് കമ്മിറ്റിയാണ്. As a state level sanctioning committee will be chaired by chief secretary of the respective states to administer the scheme of the state level. It will have authority to sanction of the project and also monitor the program of the scheme. At the district level implementation scheme on committee at the district level for ensuring last mile coordination of the at the field level. ഈ 4 തലത്തിലുള്ള കമ്മിറ്റീസ് ആണ് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള. ഒന്ന് നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റി, 2 നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, 3 സ്റ്റേറ്റ് ലെവൽ സാങ്ഷനിങ് കമ്മിറ്റി, 4 ഡിസ്ട്രിക്ട് ലെവൽ ഇംപ്ലിമെന്റേഷൻ കമ്മിറ്റി, DLIC എന്നും പറയും. ഈ 4 കമ്മിറ്റികളാണ് ഇതിനെ മോണിറ്റർ ചെയ്യാനും അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാനും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന 4 കമ്മിറ്റികൾ. ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ വാട്ടർ പ്രിസർവേഷൻ, കൺസർവേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സ്കീമുകൾ എന്ന് നമുക്ക് പറയപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്ന് വായിക്കുക, വീഡിയോസ് കാണുക. താങ്ക് യു.